ആവറേജ് മലയാളിയും റിച്ച് ആയിട്ടുള്ള ഒരു മലയാളിയും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. സോ യു കെയിൽ നമുക്ക് ഡെപ്പോസിറ്റ് ബിൽഡ് ചെയ്ത് കഴിയാൻ നേരത്ത് അവരെന്താ ചെയ്യുന്നത്, സാധാരണ മലയാളിയാണെങ്കിൽ അവരൊരു വീട് വാങ്ങിക്കും അത് വെച്ച്, എന്നിട്ട് ഒരു 30-40 ഇയേഴ്സ് ടൈമിൽ അവരുടെ മോർഗേജ് അവർ പേ ഓഫ് ചെയ്യും. ഒരു റിച്ച് ആയിട്ടുള്ള മലയാളി അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ആയിട്ടുള്ള മലയാളിയാണെങ്കിൽ ആ ഡെപ്പോസിറ്റ് യൂസ് ചെയ്യുന്ന പൈസേൻ്റെ കൂടെ ഒരു ബ്രിഡ്ജിങ് ഫൈനാൻസും കൂടെ ആഡ് ചെയ്ത് ദേ ബൈ എ ചീപ്പ് ഹൗസ് ഔട്ട് റൈറ്റ് അപ്പ് നോർത്തിൽ വാങ്ങിക്കും. എന്നിട്ട് അതിനകത്തൊരു എക്സ്റ്റൻസീവ് റീഫർബ് കണ്ടക്ട് ചെയ്യുമ്പോൾ ആ വീടിൻ്റെ വാല്യൂ നല്ലപോലെ പുഷ് ചെയ്യാൻ പറ്റും. ന്യൂ വാല്യൂവിൻ്റെ 75% റീഫൈനാൻസ് ചെയ്യും ബാങ്കിൽ നിന്ന്. എന്നിട്ട് ആ വീട് റെൻറ്റിന് കൊടുത്തിട്ട് ആ റെൻ്റ് ആയിരിക്കും വീടിൻ്റെ മന്ത്ലി മോർഗേജ് പേയ്മെൻറ്റ്സ് കവർ ചെയ്യുന്നത്. റീഫൈനാൻസ് ചെയ്ത 75% യൂസ് ചെയ്ത് ആ ക്യാഷ് വെച്ച് ബൈ യുവർ നെക്സ്റ്റ് ഹൗസ്, റിപ്പീറ്റ് ദ സെയിം പ്രോസസ് അഗൈൻ. അതിൽ നിന്നും 75% റീഫൈനാൻസ് ചെയ്യുക. Keep on carrying this process again and again. You can buy multiple houses using one house's deposit. ഇങ്ങനെയാണ് റിച്ച് ആയിട്ടുള്ള പീപ്പിൾ യു കെയിൽ ചെയ്യുന്നത്, ടു ബൈ മൾട്ടിപ്പിൾ ഹൗസസ്. പക്ഷേ നമ്മൾ കയ്യിലുള്ള ഡെപ്പോസിറ്റ് യൂസ് ചെയ്ത് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അടുത്ത ഡെപ്പോസിറ്റ് ബിൽഡ് ചെയ്യാൻ ദെൻ ഇറ്റ്സ് ഗോണ ടേക്ക് മെനി ഇയേഴ്സ് ടു ബിൽഡ് അപ്പ് ദറ്റ് ക്യാഷ്, അല്ലേ? അപ്പോൾ അത്രയും ടൈം പിന്നെയും എടുക്കും. ഈ ഒരു ടൈം ഫ്രെയിം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ സ്ട്രാറ്റജി ചെയ്യുന്നത്. ഈ സ്ട്രാറ്റജിയുടെ പേരാണ് BRRR, ബൈ, റീഫർബിഷ്, റീഫൈനാൻസ് ആൻഡ് റെൻറ്റ്. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം.